ശരിക്കും നമ്മൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് എനർജി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഈ പോസിറ്റീവ് നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞൊരു എനർജി ഇല്ല കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞ ഇല്ല, പോസിറ്റീവ് എനർജി ഇല്ല, നെഗറ്റീവ് എനർജി ഇല്ല. ഇത് ഇപ്പോഴും ശ്രദ്ധിക്കണം. ഇത് ആൾക്കാർ വെറുതെ പറയണതാണ് എന്ത് പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി. എനർജിക്ക് വ്യത്യാസമൊന്നുമില്ല. എന്ത് പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ വ്യത്യാസമൊന്നുമില്ല. ലോ എനർജിയും ഹൈ എനർജിയും മാത്രമേ ഉള്ളൂ. അത് ലോ എനർജിയാണ് ശരിക്കും നെഗറ്റീവ് എനർജി, ഹൈ എനർജിയാണ് പോസിറ്റീവ് എനർജി. എന്ന് വെച്ചാല് ഈ പറഞ്ഞ പോലെ ചിന്തകളിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എനർജി ലോ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് നെഗറ്റീവ് ആവും. നമ്മളിലേക്ക് സംശയങ്ങൾ കൂടും, നമ്മളിലേക്ക് അസൂയ കൂടും, നമ്മളിലേക്ക് വൈരാഗ്യം വരും, നമുക്ക് വിദ്വേഷം വരും, ഇതൊക്കെ സംശയങ്ങൾ കൂടും. ഇതൊക്കെ നമ്മുടെ എനർജി ലോ ആകുമ്പോൾ സംഭവിക്കുന്നതാണ്. ഹൈ എനർജിയിൽ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷ വരും, വിശ്വാസം വരും, ഉറപ്പ് വരും, ആത്മവിശ്വാസം വരും. ഇതൊക്കെ ഹൈ എനർജിയിൽ വരുന്ന സാധനങ്ങൾ. അപ്പോൾ എപ്പോഴും നമ്മളുടെ മനസ്സൊരു പരാതിപ്പെടുന്ന മനസ്സാണെങ്കിലുണ്ടല്ലോ, ഈ പരാതിപ്പെടുന്ന മനസ്സെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്തിലും കുറ്റം കണ്ടെത്തുന്ന മനസ്സാണ് ഈ പരാതിപ്പെടുന്ന മനസ്സ്. ചില ആൾക്കാർ കണ്ടിട്ടില്ല, എന്തിലും ഒരു കുറ്റം കണ്ടുപിടിക്കും. ഈ ലോകത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാം, പക്ഷെ എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാരോടൊപ്പം ജീവിക്കാൻ ഭയങ്കര പ്രയാസമുണ്ട്. ശരിയല്ല? സത്യം തോന്നിയിട്ടില്ലേ? എന്തിനും ഒരു കുറ്റം, നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും അവരതിനൊരു കുറ്റം കണ്ടുപിടിക്കും, ഒരു കുഞ്ഞു കുറ്റം കണ്ടുപിടിക്കും, ഒരു കുഞ്ഞു കുറ്റം. ഞാൻ ഒരിക്കൽ പുതിയൊരു കാറ് വാങ്ങിച്ചിട്ടെ വളരെ സന്തോഷത്തോടെ എൻ്റെ ഒരു ബന്ധുവിനെ പിടിച്ച് ഇരുത്തിയതാണ്. അപ്പോ നമ്മൾ ആ സന്തോഷം കൊണ്ട് നമ്മൾ ചോദിക്കുമല്ലോ എങ്ങനെയുണ്ട് വണ്ടി എന്ന് ചോദിക്കുമല്ലോ. അപ്പൊ ആദ്യമേ പറഞ്ഞത് ഷോക്ക് അബ്സോർബർ ശരിയല്ലാന്ന്. അപ്പൊ എന്തോരം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് പറയാമായിരുന്നു. അപ്പൊ നേരിട്ട് ആദ്യമേ പറയണത് എന്താണ്? ഷോക്ക് അബ്സോർബർ ഷോക്ക് അബ്സോർബർ ശരിയല്ലായിരിക്കും, ചിലപ്പോൾ അയാൾ പറഞ്ഞത് ശരിയായിരിക്കും. പക്ഷെ ആദ്യമായിട്ടൊരു വണ്ടി വാങ്ങിച്ച ഒരാള് നമ്മൾ ചോദിക്കുമ്പോ അയാളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞ ഇങ്ങനെ ചില ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ, ആ നെഗറ്റീവ് അങ്ങോട്ട് പറയും, അല്ലെങ്കിൽ ഇല്ലായ്മ ചൂണ്ടിക്കാണിക്കും, അല്ലെങ്കിൽ അവരുടെ, കാരണം ഇവരുടെ മനസ്സങ്ങനെയാണ്. ഇവർക്ക് എപ്പോഴും മറ്റുള്ളവരെ തളർത്തുക എന്നുള്ളൊരു അതുണ്ടാവാം. അല്ല, ഈ തളർന്നിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ആക്ച്വലി മറ്റുള്ളവരെ തളർത്തുക. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എലിസബത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഓൾറെഡി ഡിസപ്പോയിന്റഡ് ആയിട്ടിരിക്കുന്ന, ഡിപ്രഷനിലിരിക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെ അതിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. നല്ല ഹൈ എനർജിയിൽ നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും മറ്റുള്ളവരെ തളർത്താൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സക്സസ് ആയിട്ടിരിക്കുന്ന ഒരാൾ വേറൊരാളുടെ ഫെയിലിയർ കാണില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി ഫെയിലിയർ ആയിട്ടിരിക്കുന്ന ഒരാൾക്കാണ് വേറൊരാളുടെ ഫെയിലിയർ ആഗ്രഹം തോന്നാൻ. അങ്ങനെ ഇല്ല, സത്യമല്ല, അങ്ങനെയല്ലേ? അപ്പൊ എനിക്കെപ്പോഴും ഈ സമൃദ്ധി എന്ന് പറയുന്ന സംഭവത്തില് എങ്ങനെയാണ് സമൃദ്ധി വരുന്നതെന്ന് ചോദിച്ചാല്, നമ്മൾ ഓരോ കുഞ്ഞു കാര്യങ്ങളിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണാൻ തുടങ്ങിയാൽ, ഒരു ചെറിയ, ഇപ്പൊ പ്രേക്ഷകർക്ക് ഒരു ഹോംവർക്ക് പോലെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്നും രാത്രി കിടക്കുന്ന സമയത്ത് ഒരു ജേർണൽ, ഒരു ബുക്കിൽ എഴുതി വെക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. ഇന്ന് എനിക്ക് നന്ദി തോന്നുന്ന 10 കാര്യങ്ങൾ എന്തൊക്കെയാണ്. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ഉണ്ടല്ലോ കൊച്ചു ഒരാൾ ഡോർ തുറന്നത്, ഒരാൾ സീറ്റ് തന്നത്. അല്ല, ഇത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു കുഴപ്പം എന്ന് പറയല്ല, എന്റെ പ്രശ്നമാണ്. പക്ഷെ പൊതുവിലുള്ള എല്ലാവരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണിത്. ഞാൻ ഇങ്ങനെ ഒരു ജേർണലിൽ എഴുതാൻ ശ്രമിച്ചപ്പോ ആദ്യം എന്റെ മനസ്സിലേക്ക് വന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അയ്യോ, ഇതിങ്ങനെ പറ്റിയല്ലോ. നമ്മുടെ മൈൻഡ് കണ്ടീഷൻഡ് ആണ്. അതായത് നമ്മുടെ മൈൻഡ് വിഷമിക്കാൻ കണ്ടീഷൻഡ് ആണ്, സന്തോഷിക്കാതിരിക്കാൻ കണ്ടീഷൻഡ് ആണ്, ആകുലപ്പെടാൻ കണ്ടീഷൻഡ് ആണ്. അപ്പൊ അതിനൊന്ന് റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയണത്. ഈ നന്ദി കണ്ടെത്തണ 10 കാര്യങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ഒരു 27 ദിവസം എഴുതിയാലുണ്ടല്ലോ, ഞാൻ ഗ്യാരണ്ടി പറയാം, ജീവിതത്തിൽ ഒരു ഭയങ്കര മാറ്റമല്ല ഉണ്ടാവാൻ പോണത്. പക്ഷെ മനസ്സ് നല്ല നല്ല കാര്യങ്ങൾ തിരയാൻ തുടങ്ങും. അല്ല, ഓഫ് കോഴ്സ് അങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. കറക്റ്റ്, എക്സാക്ട്ലി. അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ മനസ്സ് തിരയാൻ തുടങ്ങുമ്പോൾ തന്നെ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ തുടങ്ങും. കാരണം അല്ലെങ്കിൽ മനസ്സിന് എപ്പോഴും, ഇപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് പറയാണ്, ഇപ്പൊ നിങ്ങളെ ഒരു 10 പേര് പുകഴ്ത്തി, ഇന്ന് നല്ല സംസാരം കേട്ടോ, നല്ല സാരി കേട്ടോ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് 10 പേര് പ്രശംസിച്ചു. പക്ഷെ ഒരാൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തു വന്നിരിക്കും, അത് മാത്രമേ ഓർക്കുള്ളൂ. ഇതാ മൈൻഡിന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. മൈൻഡ് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രമേ ശ്രദ്ധിക്കുള്ളൂ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പൊലിപ്പിക്കും. ഇപ്പൊ നമ്മൾ ചില ആൾക്കാർ പറയില്ലേ, എന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നമാണെന്ന് പറയില്ലേ. ഈ എപ്പോഴും പ്രശ്നമാണെന്ന് പറയുന്ന ആൾക്കാരുടെ ജീവിതം നോക്കുകയാണെങ്കിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് ഇവര് പൊലിപ്പിച്ച് പെരുപ്പിച്ച് എക്സാജറേറ്റ് ചെയ്തിട്ട് എന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നമാണെന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലേ? ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്.
സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.